ഹലോ, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പോണ്ടിച്ചേരിയുടെ ആത്മാവായ റോക്ക് ബീച്ചിലാണ്. പ്രൊമനേഡ് ബീച്ച് എന്നാണ് ഔദ്യോഗികമായി അറിയപ്പെടുന്നതെങ്കിലും സഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഇത് പ്രിയപ്പെട്ട റോക്ക് ബീച്ചാണ്. സമുദ്രതീരത്ത് നീണ്ടുകിടക്കുന്ന ശിലകളാണ് ആ വെളിപ്പേരിലേക്ക് റോക്ക് ബീച്ചിനെ കൊണ്ടെത്തിച്ചതും. ഏകദേശം 1.5 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കടൽ തീരത്തിന് പറയാൻ നൂറ്റാണ്ടുകളുടെ കഥയുണ്ട്. ഫ്രഞ്ച് അധിനിവേശത്തിന്റെ കഥ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥ, ഫ്രഞ്ച് ഭരണകാലത്തെ ഓർമ്മപ്പെടുത്തലിന്റെ അവശേഷിപ്പുകൾ ഇന്നും നമുക്ക് റോക്ക് ബീച്ചിൽ കാണാം. റോക്ക് ബീച്ചിന്റെ വശത്തുള്ള വൈറ്റ് ടൗണിലെ കെട്ടിടത്തിന്റെ ദൃശ്യങ്ങളും മികവോടെ നോക്കി നിൽക്കാം. ഫ്രഞ്ച് ശൈലിയിൽ പണിതുയർത്ത കെട്ടിടങ്ങൾ. പോണ്ടിച്ചേരി മുനിസിപ്പാലിറ്റിയും റോക്ക് ബീച്ചിനോട് ചേർന്നിട്ടാണുള്ളത്. ഞങ്ങളെത്തിയപ്പോൾ ഏകദേശം 11 മണിയായി കഴിഞ്ഞിരുന്നു. പോണ്ടിച്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ പിടിച്ചാണ് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത്. മഴച്ചാറ്റലുണ്ടായിരുന്നു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സ്കൂളുകളുടെ പരേഡുകളും മറ്റും അവിടെ ആ സമയം നടക്കുന്നുണ്ടായിരുന്നു. കുറച്ചുനേരം അത് നോക്കി നിന്നു. പിന്നീട് ബീച്ചിന്റെ ഭംഗി ആസ്വദിച്ച് നടപ്പാതയിലൂടെ നടന്നു. ചൂടുകായാനാകണം. നായകൾ മണൽ മാറ്റി അതിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്നു. തെരുവ് കച്ചവടവും ഏറെക്കുറെ സജീവമായിട്ടുണ്ട്. സഞ്ചാരികളെയും ബീച്ചിലെത്തുന്നവരെയും ആകർഷിക്കുവാൻ വേണ്ടി പലതരം ഭക്ഷ്യവിഭവങ്ങൾ, കൂട്ടത്തിൽ കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങളും. റോക്ക് ബീച്ചിൽ നിൽക്കുമ്പോൾ തണുത്ത കാറ്റ് വീശും. കുളിർമയുള്ള കാറ്റ്. വിശാലമായ കടലും നോക്കി നിന്ന് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ റോക്ക് ബീച്ചിനോട് ഞങ്ങൾ വിട പറഞ്ഞു. ഇനി വൈറ്റ് ടൗണിന്റെ അകത്തേക്ക്. പോണ്ടിച്ചേരിയുടെ ബാക്കി കാഴ്ചകളുടെ വീഡിയോകളുമായി ഉടനെത്താം. അതുവരെ ബൈ.